ശ്രീ എ സജീവൻ, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പലരും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടില്ല, സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടില്ല. അതിലൊരു പേര് MP രാജേഷിൻ്റെ പേരാണ്. MP രാജേഷിനെ കഴിഞ്ഞ തവണ 2022 സമ്മേളനത്തിൽ ഈ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാതിരുന്നതിന് കാരണമായി കേട്ടിരുന്നത് അദ്ദേഹം സ്പീക്കറാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ മാറ്റി നിർത്തലിന് ഒരു കാരണം നമുക്ക് കേൾക്കാനാകുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം? അല്ല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സമിതിയിലേക്കാണെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ ആണെങ്കിലും അതിൽ നിശ്ചിത ആളുകളെ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ന്യായം കണ്ടെത്തേണ്ടത് പാർട്ടി സമ്മേളനമാണ്. പാർട്ടി സമ്മേളനത്തിൽ ആരൊക്കെ അത് പാർട്ടിയുടെ നേതൃത്വം തന്നെ ആണല്ലോ ഇപ്പോൾ തീർച്ചയായിട്ടും നിർദ്ദേശിക്കുക. അപ്പോൾ ആരൊക്കെ വേണമെന്ന് അവർ തീരുമാനിക്കുന്നതിന് ഓരോരോ കാരണങ്ങളുണ്ടാകാം. വനിതാ പ്രാതിനിധ്യമാവാം, പാർലമെൻ്ററി രംഗത്തുള്ളവരുടെ പ്രാതിനിധ്യമാകാം, ഇങ്ങനെ പല പ്രാതിനിധ്യങ്ങളും അവർക്ക് കൽപ്പിക്കുന്നുണ്ടാകും. യുവാക്കളുടെ പ്രാതിനിധ്യമാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ താങ്കൾ പറഞ്ഞ പോലെ MP രാജേഷ് സീനിയർ ആണെങ്കിൽ പോലും MP രാജേഷ് സ്പീക്കറായിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പറ്റാതെ പോയത്. അതിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ എടുത്തു. റിയാസ് ഉൾപ്പെടെ അങ്ങനെയാണല്ലോ വരുന്നത്. ഇത്തവണ ശരിക്കും അവിടെ പാലക്കാട് ഒരു ഒഴിവുണ്ട്. ബാലൻ ഒഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടേണ്ട ഒരാൾ രാജേഷാണ്. പക്ഷേ അത്തരം കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അത് സംഘടനാപരമായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളതുകൊണ്ട് എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഓരോന്നിനും ന്യായം കണ്ടെത്താൻ പറ്റുന്നു. കാരണം ഇതിനെ രണ്ട് രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഇപ്പോൾ ഈ വിമർശിക്കുന്ന ആളുകളെല്ലാം രാജേഷിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുകന്യയുടെ കാര്യത്തിലാണെങ്കിലും P ജയരാജൻ്റെ കാര്യത്തിലാണെങ്കിലും പത്മകുമാറിൻ്റെ കാര്യത്തിലാണെങ്കിലും പുറത്ത് നിന്ന് സുധാകരൻ പറയുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർ വിമർശിക്കുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ജയരാജനെ പോലുള്ള ഒരാൾ സ്വാഭാവികമാണ്. അദ്ദേഹം അവിടെ പാർട്ടി ഫോറത്തിൽ തന്നെ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞതായിട്ട് നമ്മൾ പുറത്ത് വാർത്ത വന്നിട്ടുള്ളത്, എനിക്കിതിനോട് യോജിപ്പില്ല, ഈ ലിസ്റ്റിനോട് യോജിപ്പില്ല, എങ്കിലും ഞാൻ വിമർശിക്കുന്നില്ല, എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അദ്ദേഹം തീർച്ചയായിട്ടും ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത്തവണയല്ല അതിന് മുമ്പേ തന്നെ വരാൻ യോഗ്യനാണ്. കാരണം കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഉയർത്തപ്പെടുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് പോലെ നടക്കുന്നൊരു കാര്യം. പക്ഷേ ജില്ലാ സെക്രട്ടറി ആയിരുന്നവർ എല്ലാവരും തന്നെ ആ തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, സെക്രട്ടേറിയറ്റിൽ മാത്രം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുമുണ്ട്. ഇവിടെ P ജയരാജൻ കഴിഞ്ഞ തവണ മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആ പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ജയരാജനൊക്കെ ബാക്കി എല്ലാ ആളുകളും അതേ സ്ഥാനത്തേക്ക് വന്നു. അങ്ങനെ രാജിവെച്ച ആളുകളൊക്കെ അതേ സ്ഥാനത്തേക്ക് വന്നിട്ടും ജയരാജന് വരാൻ പറ്റിയില്ല. ഇത്തവണ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വന്തം നിലയിൽ പാർട്ടികളുടെ ഒരു നല്ലൊരു ശതമാനം കേഡർ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് ജയരാജൻ, ഒരു സംശയമില്ല. പാർട്ടിക്ക് വേണ്ടി അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടൊക്കെ വിയോജിപ്പുള്ള ആളുകളുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രതിബദ്ധത, പാർട്ടി പ്രതിബദ്ധത എന്ന് പറയുന്നത്, പാർട്ടി കൂറ് എന്ന് പറയുന്ന ആർക്കും ചെറുക്കാൻ പറ്റാത്തതാണ്, എതിർക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തെ പരിഗണിച്ച് അദ്ദേഹം പറയുന്ന കാര്യം ശരിയാണ്. സുകന്യ പറയുന്ന പോലെ നമ്മൾ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന വനിതകളാണ്. അങ്ങനെ വനിതകളുണ്ടാകുമ്പോൾ വനിതാ പ്രാതിനിധ്യം കുറയുന്നു എന്ന് സുകന്യ പറയുന്നത് ശരിയാണ്. പത്മകുമാർ പറയുന്ന പോലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അരനൂറ്റാണ്ടോ അതിലേറെയോ അല്ലെങ്കിൽ കുറവൊക്കെ ആയിട്ട് നിരന്തരം പ്രവർത്തിച്ച ആളുകൾക്ക് വേണ്ട പരിഗണന കൊടുക്കാതെ പാർലമെൻ്ററി രംഗത്തുനിന്നുള്ള ആളുകളെ പരിഗണിക്കുന്നു പറയുന്ന പ്രധാനമായിട്ടും പരിഗണിക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ സുധാകരൻ പറയുന്ന പോലെ വയസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഏപ്രിലാണോ ജനിച്ച് മെയ്യിലാണോ ജനിച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ടേക്ക് പോകാതെ ഒന്നുകിൽ എടുത്ത തീരുമാനം വയസ്സ് 75 ആണെങ്കിൽ ആ 75 പൂർത്തിയാകുമ്പോൾ മാറി നിൽക്കുക എന്ന് പറയുന്ന തീരുമാനം എല്ലാവർക്കും. പക്ഷേ ശ്രീ എ സജീവൻ, പാർട്ടിക്ക് വേണ്ടി എല്ലാ കാലത്തും നിലനിന്ന നേതാവ് P ജയരാജൻ എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഈ മനു തോമസിന്റെ ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി നൽകിയ കത്താണ് ഇപ്പോൾ P ജയരാജന് ഒരു തടസ്സമായത് എന്നടക്കം വാർത്തകളുണ്ട്. അല്ല, തീർച്ചയായും മനു തോമസുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതേപോലെ ജയരാജൻ പല ഘട്ടങ്ങളിലും പിടിവാശി കാണിക്കുന്ന ആളാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ജയരാജൻ ഇത്രയും കാലമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും യോജിക്കാൻ പറ്റണമെന്നില്ല.
പക്ഷെ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച പാർട്ടി എന്നത് സ്വന്തം ജീവിതത്തിൽ പൂർണ്ണമായിട്ട് രക്തത്തിൽ പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് പല ആളുകളെപ്പോലെയും സാമ്പത്തിക താല്പര്യങ്ങളോ പാർലമെൻ്ററി വ്യാമോഹമോ ഒന്നും അധികം പ്രകടിപ്പിക്കാത്ത ഒരു നേതാവ്, അങ്ങനെ നേതാവിനെ പാർട്ടി രംഗത്ത് പരിഗണിക്കപ്പെടാം. മനു തോമസിൻ്റെ ഈ ഒരു പരാതി വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അതോടുകൂടി ജയരാജനെ ഒതുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജയരാജൻ അങ്ങനെയാണെന്ന് പാർട്ടി തലത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാവുന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണം വെച്ചുകൊണ്ടാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പാർട്ടി ഫോറങ്ങളിൽ പാർട്ടിയുടെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കും, പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പറയേണ്ട കാര്യം അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിൽ പറയേണ്ട കാര്യം, അതല്ലെങ്കിൽ ഏത് പാർട്ടി ഫോറത്തിലാണെങ്കിലും പറയേണ്ട കാര്യം അവിടെ പറയുന്നതിന് പകരം ഇപ്പോൾ ഇവരെല്ലാവരും ചെയ്തതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ കാര്യം അതാണല്ലോ ശ്രീകുമാറൊക്കെ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞ് പത്മകുമാർ ചെയ്തത് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്താൻ പറ്റും. കാരണം 52 വയസ്സായ അല്ല 52 വർഷക്കാലത്ത് ഈ പാർട്ടി പാരമ്പര്യം, പാർട്ടി പ്രവർത്തന പാരമ്പര്യം എനിക്കുണ്ട്. 9 വർഷത്തെ പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനം മാത്രമാണ് വീണ ജോർജിന് ഉള്ളതെന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു കൊതിക്കറിവായിട്ട് സ്വാഭാവികമായിട്ടും വ്യാഖ്യാനിക്കുക. അദ്ദേഹം പറയുന്ന കാര്യമൊക്കെ ശരിയാണ്. പാർലമെൻ്ററി പാർട്ടി രംഗത്തുള്ളവരെക്കാൾ കൂടുതൽ പാർട്ടി രംഗത്ത് പ്രവർത്തിച്ച ആളുകൾക്ക് പാർട്ടിയിലെ ഫോറങ്ങളിൽ കൃത്യമായിട്ടുള്ള സ്ഥാനം നൽകണമെന്ന് കാര്യം ശരിയാണ്. പക്ഷേ ഇത് ഇങ്ങനെ പറയുകയും ചതിയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതും പരസ്യമായിട്ട് പാർട്ടിക്കകത്ത് വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉണ്ടാകും. പക്ഷേ പാർട്ടിക്ക് പുറത്ത് നടത്തുന്ന വിമർശനം എന്ന് പറയുന്നത് പാർട്ടിയെ ക്ഷീണിപ്പിക്കലാണ്. Debate with Smriti Parathikkad.